ഒരു പെണ്ണിന് എത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുമോ അത്രയ്ക്കും അനുഭവിച്ചു തീർത്ത ഒരാളാണ് റിൻസി എന്ന ഈ കണ്ണൂരുകാരി. എന്നിട്ടും പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് ജീവിതം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റിൻസി. അന്ന് രാത്രി തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പറയുമ്പോൾ ഇപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. റിൻസി തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പറയുന്നതിങ്ങനെ: ക്രിസ്തുമസ് ദിവസം ഉച്ചയ്ക്ക് കൂട്ടുകാരെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിക്കാറുണ്ട്. തലേന്ന് രാവിലെ തന്നെ പാചകത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. പാതിരാ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്കും മോൾക്കും ഇടാനുള്ള ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തത് വാങ്ങി വന്നു. അമ്മ പള്ളിയിലെ ഗായക സംഘത്തിലുണ്ടായിരുന്നതുകൊണ്ട് കരോൾപ്പാട്ട് പാടാൻ 7 മണിക്ക് പോയി. പിറ്റേന്നേക്കുള്ള പണി കുറെയെല്ലാം ഒതുക്കിവെച്ച് 11 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളും തയ്യാറായി. പള്ളിയിൽ നിന്ന് കൊട്ടും പാട്ടും ഉയർന്നു തുടങ്ങിയിരുന്നു. ഉറങ്ങിപ്പോയ മോനെ തോളത്തെടുത്ത് വീട് പൂട്ടി നടന്നു. പിന്നിൽ അച്ഛനും മോളുമുണ്ട്. വീടിനു മുന്നിലെ ചെറിയൊരു പാലം കഴിഞ്ഞാൽ മൈതാനം തുടങ്ങുകയാണ്. പാലമിറങ്ങി തിരിഞ്ഞതും വിജനമായ ആ മൈതാനത്തിലൂടെ ചുവന്ന ഉടുപ്പും മുഖംമൂടിയും വെച്ച ഒരു സാന്താക്ലോസ് വരുന്നത് കണ്ടു. ഇവിടെ എന്താ ഒരു സാന്താക്ലോസ് എന്ന് ഞാൻ തിരിഞ്ഞ് അച്ഛനോട് ചോദിക്കാൻ തുടങ്ങിയതും അയാൾ എന്റെ മുഖത്തേക്ക് എന്തോ ഒഴിച്ചു. ബാക്കിയുള്ളത് ഉറങ്ങിക്കിടന്ന മകന്റെ മുഖത്തേക്കും. പ്രാണൻ ഉരുകുന്ന വേദനയിൽ ഞാൻ ഓടി. പെട്ടെന്നുള്ള പരിഭ്രമത്തിൽ അച്ഛനും മൂത്തമോളും കനാലിലേക്ക് വീണു. അപ്പോഴേക്കും മോൻ ഉണർന്ന് കരഞ്ഞു തുടങ്ങിയിരുന്നു. ആസിഡ് വീണ കണ്ണ് പൊട്ടിപ്പോകുന്നത് ഞാൻ അറിഞ്ഞു. ഓടിയും മറിഞ്ഞും വീണും എഴുന്നേറ്റും വീട്ടിലെത്തി. എന്റെ കരച്ചിലും പിന്നാലെ ചുവന്ന വസ്ത്രമിട്ടൊരാൾ ഓടിപ്പോകുന്നതും കണ്ട് അപകടമണത്ത പള്ളിയിൽ നിന്നും ആളുകൾ ഓടി വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ കയറുമ്പോൾ കാല് കഴുകാനായി മുറ്റത്തൊരു ബക്കറ്റിൽ വെള്ളം വയ്ക്കുന്ന പതിവുണ്ട്. ഞാൻ അതിൽ നിന്നും വെള്ളമെടുത്ത് മോന്റെയും എന്റെയും ദേഹത്ത് കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. എത്ര തണുപ്പ് കോരി ദേഹത്തൊഴിച്ചിട്ടും നീറ്റലടങ്ങുന്നുണ്ടായിരുന്നില്ല. നീറി പുകഞ്ഞുകൊണ്ടിരുന്നു. തീപിടിച്ച ഒരു കാട് പോലെ. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഞാൻ അബോധാവസ്ഥയിലായി. മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു ചികിത്സ. മുഖത്തെ മാംസമെല്ലാം ഉരുകിയൊലിച്ചു പോയിരുന്നു. നെറ്റിയുടെയും മൂക്കിന്റെയും സ്ഥാനത്ത് ഒരു വലിയ ദ്വാരം മാത്രം. ഒരു കണ്ണ് പോയെങ്കിലും മറ്റേ കണ്ണിൽ വീണ അഴുക്ക് അവരെടുത്തു മാറ്റി. വായുടെ കുറേ ഭാഗം ഉരുക്കിപ്പോയതുകൊണ്ട് ശബ്ദമൊക്കെ മാറിയിരുന്നു. കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത, വായില്ലാത്ത, കറുത്തു ചീർത്ത പന്ത് പോലെ ഒരു മുഖം. 1 മാസം അബോധാവസ്ഥയിൽ ശരീരം പഴുത്തു കിടന്നു. പക്ഷേ മോൻ ഒരു നിമിഷം ഒഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരും. എന്റെ അമ്മയും അച്ഛനും അനാഥാലയത്തിൽ വളർന്നവരാണ്. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അമ്മ രോഗിയായപ്പോൾ ജോലി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു. ഏറ്റവും അധികം അടുപ്പം ചേട്ടനോടായിരുന്നു. ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കല്യാണത്തലേന്ന് സദ്യ ഉണ്ണാൻ പോയതാണ്. വിഷം തീണ്ടി മരിക്കുകയായിരുന്നു. ചേട്ടൻ അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. 3 വയസ്സ് മുതൽ ഞാൻ നൃത്തം പഠിക്കുന്നുണ്ട്. നടൻ വിനീത് കുമാറിന്റെയും നടി അഞ്ജു അരവിന്ദിന്റെയും ബാച്ചായിരുന്നു. ഓട്ടത്തിലും മറ്റും മുൻപന്തിയിലായിരുന്നു. അങ്ങനെയാണ് കണ്ണൂർ സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത്. പോലീസുകാരി ആകണമെന്നതായിരുന്നു എന്റെ ആഗ്രഹം. സ്പോർട്സ് സ്കൂളിൽ ചേർന്നതുപോലും ആ സ്വപ്നത്തിന്റെ പിന്നാലെ പായാനാണ്. അവിടെ സീനിയറായി പഠിച്ചതാണ് ഭർത്താവ് മനോഹരൻ. അയാൾ സ്കൂൾ വിട്ടുപോയി കുറച്ചുനാൾ കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്ന പെണ്ണ് ചോദിച്ചു. ഓള് കുട്ടിയല്ലേ, പഠിച്ചു കഴിയട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ മടക്കി. പിന്നീട് തന്നെ വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന ബഹളം വെച്ചപ്പോൾ അച്ഛനും കൂട്ടുകാരും ചേർന്ന് അയാളെ തല്ലി. ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് സ്കൂളിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് കുറച്ചുപേർ ചേർന്ന് ഒരു കാറിലേക്ക് തള്ളിക്കയറ്റി. അച്ഛനും കൂട്ടുകാരും തല്ലിയതിന് അയാളും കൂട്ടുകാരും ചെയ്ത പ്രതികാരമായിരുന്നു അത്. ആലുവയിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ഇനി അയാളുടെ കൂടെ ജീവിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് മനസ്സിലായി. അയാളുടെ വീട്ടുകാർ എന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അവരുടെ മകൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതായിപ്പോയപ്പോൾ അവർ ആത്മാർത്ഥമായും വിഷമിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കൂടെയുള്ള ജീവിതം കനൽ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞു. മദ്യപാനിയായ, സ്ത്രീജിതനായ, ചെകുത്താന്റെ സ്വഭാവമുള്ള ഒരാൾ. മകൾ മനീഷ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവളും അടികൊള്ളേണ്ട അവസ്ഥയായി. അമ്മയും അച്ഛനും അടുക്കാൻ വന്നാൽ അവർക്കും കിട്ടും അടി. അതിനിടയിലും 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ ഞാൻ നല്ല മാർക്കോടെ പാസ്സായി. +2 ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അടുത്തൊരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായി ജോലി കിട്ടി. ആ സമയത്ത് രണ്ടാമതൊരു കുട്ടിക്കായി അയാൾ വാശി തുടങ്ങുകയായിരുന്നു. മോളാണെങ്കിൽ ഭയം കൊണ്ട് അച്ഛനെ കാണുമ്പോഴേക്കും ഓടിയൊളിക്കുന്ന അവസ്ഥയാണ്. ഇനിയൊരു കുഞ്ഞിനെ കൂടി ആ ദുരിതത്തിലേക്ക് കൊണ്ടുവരേണ്ടെന്ന് എനിക്ക് തോന്നി. എതിർക്കുന്നത് അയാൾക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമാകേണ്ടിയും വന്നു. താമസിയാതെ രണ്ടാമത്തെ മകനായ കുട്ടൻ എന്ന് വിളിക്കുന്ന അഭിഷേക് പിറന്നു. വളർന്നു വരുമ്പോഴാണ് അറിയുന്നത് കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണെന്ന്. അവിടെയാണ് ഞാൻ തകർന്നു പോയത്. പിന്നീട് എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. പീഡനങ്ങളിൽ നിന്നെല്ലാം ഒരു വിടുതൽ ഞാനും അത്രയധികം ആഗ്രഹിച്ചിരുന്നു. ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഇനിയുള്ള കാലം അല്പം സമാധാനമായി ജീവിക്കാനായിരുന്നു. മോൻ ജനിച്ചപ്പോൾ തുടങ്ങി ഇടയ്ക്കിടെ അപസ്മാരം വരുമായിരുന്നു. ഇടയ്ക്ക് കണ്ണൊക്കെ മറിഞ്ഞ് നിശ്ചലനായി പോകും. വീട്ടിലേക്ക് തിരികെ എത്തിയ ദിവസങ്ങളിൽ ഒന്നിൽ മോന് അപസ്മാരം വന്നു. രാത്രിയായതുകൊണ്ട് വണ്ടി കിട്ടാൻ വിഷമിച്ചു. ജെയിംസ് എന്നയാളുടെ ടാക്സിയാണ് അന്ന് കിട്ടിയത്. അന്ന് പോകുന്ന സമയത്ത് ആവശ്യം വരുമ്പോൾ വിളിച്ചാൽ മതിയെന്ന് അയാൾ പറഞ്ഞു. പിന്നീട് ഇതുപോലെ പരിഭ്രമിച്ച 4-5 ദിവസങ്ങളിൽ കൂടി അയാളെ വിളിച്ചിട്ടുണ്ട്. ഇയാളുടെ ഭാര്യയെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാമായിരുന്നു. പിന്നീടാണ് അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുള്ളതായി എനിക്ക് തോന്നിയത്. പോകുന്നിടത്തെല്ലാം നിഴൽ പോലെ കൂടെ വരുന്നു. അയാളുടെ നിയമപരമല്ലാത്ത ഭാര്യയാകണം ഞാനെന്നാണ് അയാളുടെ ആവശ്യം. അച്ഛന്റെ പ്രായമുള്ള ഒരാളാണ്.
അന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ കസ്റ്റമർ കെയറിൽ എനിക്ക് ജോലിയുണ്ട്. ഇതിനുശേഷം ഞാൻ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. അയാൾ അച്ഛനോട് എന്നെ കെട്ടിച്ചു കൊടുക്കണമെന്ന ആവശ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് വൈകിട്ട് അയാൾ പള്ളിമുറ്റത്ത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത് കണ്ടവരുണ്ട്. സാന്താക്ലോസിന്റെ ചുവന്ന കുപ്പായമണിഞ്ഞ് മൈതാനത്തുകൂടെ നടന്നു പോകുന്നത് ശ്രദ്ധിച്ചവരുണ്ട്. കയ്യിലുള്ള കുപ്പിയിൽ മനുഷ്യജീവിതം ഉരുകുന്ന ആസിഡാണെന്ന് ആരെങ്കിലും കരുതുമോ? 3 മാസത്തിനു ശേഷം അയാൾ ജയിലിൽ നിന്നിറങ്ങി. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും ആ പൊള്ളലിനെ ഊതി തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിൻസി പറയുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഭർത്താവ് കാണാൻ വന്നിരുന്നു. നിങ്ങളാണ് എന്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തതെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. അയാളും കരഞ്ഞ് തിരിച്ചുപോയി. പരിയാരം പഞ്ചായത്ത് നൽകിയ 2 മുറി വീട്ടിലാണ് റിൻസി ഇപ്പോൾ കഴിയുന്നത്. അന്നത്തെ ആസിഡ് ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ മകൻ അഭിഷേകും മാതാപിതാക്കളും കൂടെയുണ്ട്. മകന്റെ ചികിത്സാ ചെലവിന് മാത്രം മാസം 12,000 രൂപയോളം ചെലവ് വരുന്നുണ്ടെന്നാണ് റിൻസി പറയുന്നത്. റിൻസിയുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കി 2019 അന്നത്തെ കണ്ണൂർ ജില്ലാ കളക്ടർ 400 രൂപ ദിവസക്കൂലിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി നൽകിയിരുന്നു. ഈ ജോലി സ്ഥിരപ്പെടുത്തി കിട്ടാൻ റിൻസി അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജയെ അടക്കം കണ്ട് സഹായം തേടിയിരുന്നു. പരിഗണിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒന്നും നടന്നിരുന്നില്ല. ചെലവ് താങ്ങാൻ പറ്റാതായതോടെ ഈ ജോലി ഉപേക്ഷിച്ച 2023 മുതൽ കോഴി വളർത്തലും കൂലിപ്പണിയുമായി കഴിയുകയാണിപ്പോൾ റിൻസി. പക്ഷേ അന്നത്തെ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെയും റിൻസി മോചിതയായിട്ടില്ല. കേസിലെ പ്രതിയായ ജെയിംസ് ആന്റണിക്ക് കോടതി 12 വർഷം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചുവെങ്കിലും ആ ആക്രമണത്തിന്റെ ഞെട്ടൽ ഇന്നും റിൻസിയുടെ കൂടെ തന്നെയുണ്ട്.